ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ പരീക്ഷാ സമയമാകുമ്പോൾ നമുക്ക് ഉള്ളൊരു ടെൻഷനാണല്ലേ, പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ ഏത് രൂപത്തിലായിരിക്കും വരിക. പാഠപുസ്തകമൊക്കെ മാറിയാൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ അതെങ്ങനെ വരും എന്നുള്ളത് ഒരു കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ടീച്ചർ ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രസംഗം തയ്യാറാക്കാം. ഇത് മലയാളം സെക്കൻഡിനായിക്കോട്ടെ, മലയാളം ഫസ്റ്റിനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു മലയാളം പരീക്ഷയ്ക്കും പ്രസംഗം സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ചോദ്യമാണ് അല്ലേ. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ബാക്കി ഏത് വിഷയം വന്നാലും ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും. ഇവിടെ ചോദ്യം ഇതാണ്: കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത്, അതോടൊപ്പം അതൊരു സംസ്കാരമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു. കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗം നടത്തുക അല്ലെങ്കിൽ പ്രസംഗം തയ്യാറാക്കുക. ചോദ്യം ഈ രൂപത്തിൽ വരാം. പ്രവർത്തനം പ്രസംഗം തയ്യാറാക്കുക. എന്നിട്ടോ വിഷയം കൃഷിയും കേരളീയ ജീവിതവും. നിങ്ങൾക്ക് ഇത്തരം സൂചനകൾ തരും. ഇത് നോക്ക്, ഇന്ന് നെൽവയലുകൾ നിറഞ്ഞ പണ്ടത്തെ കേരളം അല്ലേ. ഇന്നത്തെ കേരളവും പണ്ടത്തെ എങ്ങനെയായിരുന്നു, മുൻപ് കൃഷി എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ. നെൽവയലുകൾ നിറഞ്ഞ പണ്ടത്തെ കേരളം. വയൽ നികത്തി കെട്ടിടങ്ങൾ പണിയുന്നു ഇന്നല്ലേ. കൃഷിഭൂമി തരിശിടൽ. കൃഷിയോടുള്ള താല്പര്യമില്ലായ്മ. പലർക്കും കൃഷിയോട് താല്പര്യമില്ലാത്തൊരവസ്ഥ വരാറുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കൽ. ഭക്ഷ്യവസ്തുക്കൾക്കായിട്ട് എന്ത് ചെയ്യാണ്? അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കല്ലേ. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പ്രസംഗം തയ്യാറാക്കിയാലോ? നോക്കൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വേണമെങ്കിൽ ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്നും വേണമെങ്കിൽ ചേർക്കാം, നിങ്ങൾ സ്കൂളിൽ നിന്നാണ് പറയുന്നതെങ്കിൽ. അപ്പോൾ ടീച്ചർ പൊതുവായിട്ട് പറഞ്ഞാണ് പ്രിയ കൂട്ടുകാരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ. കൃഷിയും കേരളീയ ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നെൽവയലുകൾ നിറഞ്ഞു നിന്ന പണ്ടത്തെ കേരളത്തിൻ്റെ ഓർമ്മകൾ ഇന്ന് ചില തലമുറകളിലെങ്കിലും ഉണ്ടാകും. അച്ഛനോടും അപ്പൂപ്പനോടൊക്കെ ചോദിച്ചാൽ അവർക്കറിയാമായിരിക്കും. പാകമായി കിടക്കുന്ന നെൽവയലുകൾ ഇന്നും പഴമയുടെ ഓർമ്മകളാണ്. പാകമായി കിടക്കുന്ന നെൽവയലുകൾ ഇന്നും പഴമയുടെ ഓർമ്മകളാണ്. വയൽ നികത്തി ഇന്ന് പല കെട്ടിടങ്ങളും പണിതുയർത്തുന്നു. അപ്പോൾ നാം അറിയാതെ നമ്മുടെ നെൽവയലുകൾ അപ്രത്യക്ഷമാകുന്നു. വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറവാണ്. മാത്രമല്ല, ആഡംബര ജീവിതം ആഗ്രഹിക്കുന്ന പുതിയ തലമുറ ഇന്ന് കൃഷിയെ പുറം കാലുകൊണ്ട് തട്ടിക്കളയുന്നു. പക്ഷേ ഭക്ഷ്യവസ്തുക്കൾക്കായി ഇന്ന് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ജനങ്ങൾക്ക് കൃഷിയോടുള്ള താല്പര്യം, ഭക്ഷ്യവസ്തുക്കൾ എല്ലാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിക്കപ്പെട്ടിരുന്നു അല്ലേ. കൃഷിയോടുള്ള താല്പര്യം മൂലം ഭക്ഷ്യവസ്തുക്കളെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഭക്ഷ്യ വസ്തുക്കൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ജീവിതവും മാറുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക: നമ്മൾ കൃഷിയെ മറക്കുമ്പോൾ, കൃഷിഭൂമി നികത്തുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ശാലീന സൗന്ദര്യം നാം തന്നെ നശിപ്പിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ പരീക്ഷയ്ക്ക് ബൈഹാർട്ട് പഠിച്ചു കൊണ്ടുപോകാനാവോ? വേണ്ട. ഇതൊന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് പോയിന്റുകൾ കിട്ടും അല്ലേ. ഈ പോയിന്റുകളൊക്കെ വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ പരീക്ഷയ്ക്ക് എഴുതിയാൽ മുഴുവൻ മാർക്കും കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ മറ്റൊരു ക്ലാസ്സിൽ വരാം. അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ സ്ഥിരമായിട്ട് കാണണം. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. ഇതുവരെ നമ്മുടെ ബാച്ചിലൊന്നും ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ സോറി, ടീച്ചർക്ക് പനിയാണ് കേട്ടോ. ഒരു സ്ക്രോൾ വീഡിയോ ഇങ്ങനെ പോകുന്നുണ്ടാവും, അതിൽ നമ്പർ ഉണ്ടാവും, അതിലേക്ക് വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.